ഇത് എത്ര കാലം നീണ്ടു നിന്ന് ഇങ്ങനെ ഈ രോഗാവസ്ഥകളൊക്കെ? ഒരു 6 മാസം നീണ്ടു നിന്നു. 6 മാസം. 6 മാസം നീണ്ടു. അപ്പോഴത്തേക്കും കുഞ്ഞിന്റെ കൈകാലുകളൊക്കെ തളർന്നു, എല്ലാം തളർന്നു, ചെവി കേൾക്കാതെയായി, സംസാരം ഇല്ലാണ്ടായി, അത് നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയൊക്കെ പോയപ്പോ അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് നമ്മള് അതുവരെ കരുതി വെച്ചിരുന്ന സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഈ അവസാനം കടൻ വാങ്ങിയിട്ടാണ് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ. ശരി. അപ്പൊ ചുരുക്കി പറഞ്ഞ ആ കാലഘട്ടത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ ചെലവായി. ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ഞാൻ, പലിശക്ക് കൊടുത്തിരുന്ന ഞാൻ, ഇപ്പൊ പലിശക്ക് പണം വാങ്ങിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ആ അവസ്ഥയിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയി. നമുക്ക് ദൈവം കൊണ്ടുപോയി എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ആ അവസ്ഥയിൽ ചെന്ന് വിട്ടുപോയി. ദൈവം ഒരിക്കലും ഒരാളെ തിന്മയാൽ പരീക്ഷിക്കുന്നത്. അതിപ്പോ എനിക്ക് മനസ്സിലായി. അന്നത്തെ കാലഘട്ടം ആ ചിന്തയായിരുന്നു. അപ്പൊ അങ്ങനെ പോയി വീണ്ടും ദൈവത്തിലേക്ക് തിരിഞ്ഞു. രണ്ടാം വരവാണ് ഈശോയിലേക്ക്. ഓക്കെ. അപ്പൊ അന്ന് ഈ രണ്ടാമത്തെ ഈ അനുഭവം വന്നപ്പോൾ നമ്മളിങ്ങനെയായിരിക്കും ചിന്തിച്ചത്. അതായത് ഞാൻ തെറ്റായ വഴികളിലേക്കൊക്കെ പോയി പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം മുന്നോട്ട് പോയപ്പോൾ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം എനിക്കൊരു പണി തന്നു. അത് എൻ്റെ മകളെ ഈ പരുവത്തിലാക്കിക്കൊണ്ട്. വാസ്തവത്തിൽ ബ്രദറെ, അത് നമ്മുടെ ദൈവത്തെക്കുറിച്ച് അത്ര തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ കർത്താവ് അങ്ങനത്തെ ഒരു ദൈവമാണോ? അല്ലല്ല, ഒരിക്കലും അല്ല. അപ്പൊ അങ്ങനെ പോയപ്പോ അങ്ങനെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ കാര്യം അന്നാണ് ശരിക്കും നമ്മള് കൂടുതലായിട്ടാണ് സ്വന്തം വ്യക്തിക്ക് വേദന വരുമ്പോഴാണ് ദൈവത്തെ അറിയത്തുള്ളൂ. അത് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഞാൻ ഇനി മരണത്തിലേക്ക് പോയ വ്യക്തി, വേദന ശരിക്ക് വരുമ്പോൾ അവൻ ദൈവത്തിലേക്ക് സത്യസന്ധമായിട്ട് തിരിയും. മറ്റുള്ളവരെ കണ്ടിട്ട്, മറ്റുള്ള രോഗശാന്തി കണ്ടിട്ട്, പലരുടെയും കണ്ടിട്ടും അവൻ ഒരിക്കലും, എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെയായിരുന്നു. എനിക്ക് കിട്ടിയപ്പോൾ ഇനി ഒന്നും രക്ഷയില്ല. എവിടെ എല്ലാ വാതിലടഞ്ഞു, ഡോക്ടർമാർ കൈവിട്ടു, എന്റെ സമ്പത്ത് നശിച്ചു പോയി, തിരീണഭാഗമുള്ള അടഞ്ഞുപോയി. അപ്പൊ ഇനി ഒറ്റ മാർഗങ്ങൾ ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഈ ധ്യാനകേന്ദ്രത്തിൽ, അതായത് ജെറുസലേം ധ്യാനകേന്ദ്രം, നമ്മുടെ പട്ടത്തച്ഛന്റെ അരികിൽ പോയി. അപ്പൊ അച്ഛൻ ആദ്യം പറഞ്ഞ വാക്ക് ഇതായിരുന്നു: കണ്ണ, നീ എന്ത് പാവം ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം ക്ഷമിച്ചിരിക്കുന്നു. നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ നീ പ്രാർത്ഥിക്കുക, പറയുന്നത് അനുസരിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ 9 ആഴ്ചയുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടതെല്ലാം അവൾക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കാര്യം കേട്ടത് അന്നാണ് ഈ മകളെ കുറിച്ചിട്ട്. ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരിക്കലും ഇവള് തിരിച്ചു വരില്ല, ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കില്ല, സംസാരിക്കില്ല, ഒരു മാമിശം പിണ്ട പോലെ കിടക്കത്തുള്ളൂ. അങ്ങനെയാണ് അവർ പറഞ്ഞു, ഇനി ഒരിക്കലും വരില്ല. പിന്നെ കാണുന്ന വ്യക്തികളൊക്കെ ഇവള് ഇത് തന്നെ എല്ലാവരും നെഗറ്റീവായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഇത്തിരി എനിക്കൊരു പ്രത്യാശ കിട്ടി. അതായത് ഈ കൊച്ച് ഇനി ജീവിതകാലത്ത് എഴുന്നേറ്റ് നടക്കുകയോ സംസാരിക്കുകയോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ സ്ഥിതിയിൽ നിന്ന് പട്ടത്തച്ഛൻ പറയുകയാണ്, ഒരു 9 ആഴ്ചക്കുള്ളിൽ ഈ കുഞ്ഞ് പൂർവ്വസ്ഥിതി പ്രാപിക്കും, അവള് പൂർണ്ണ സൗഖ്യം പ്രാപിക്കും എന്ന് പറയുക. ഇത് നമ്മുടെ ഉള്ളിൽ വലിയൊരു പ്രത്യാശയായി. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം, ഞാൻ പറയുന്നത് പോലെ പ്രാർത്ഥിക്കുക, ഞാൻ പറയുന്നത് അനുസരിക്കുക, ഇവിടെ ദൈവവചനം ഭക്ഷിക്കുക, അങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ പറഞ്ഞു. അത് ഓരോ ആഴ്ചകളും പെട്ടെന്ന് പറഞ്ഞിട്ടില്ല, ഓരോ ആഴ്ചകൾ ചെല്ലുന്തോറും ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ കുറെ ആത്മീയത്തിലേക്ക് കയറ്റി കൊണ്ടുപോയി അച്ഛൻ. എന്ത് ചെയ്യണം അങ്ങനെ 8ാമത്തെ ആഴ്ച ഓൾറെഡി ഇപ്പൊ ഞാൻ വിവാഹത്തിന് മുമ്പ് തന്നെ ക്രിസ്ത്യാനി ആയുള്ള വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ 8ാമത്തെ ആഴ്ച അച്ഛൻ പറഞ്ഞു, നീയും നിന്റെ ഭാര്യയും ഒറ്റയ്ക്ക് പോയി ഇരുന്നിട്ട് നിങ്ങളുടെ ഓർമ്മയുള്ള ദിവസം മുതൽ ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും തെറ്റുകളും ഒരു പേപ്പറിൽ എഴുതുക, നല്ലൊരു കുമ്പസാരം പോയിട്ട് നടത്തുക, ദിവ്യബലിയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുക, ആരാധനയിൽ നന്ദി അർപ്പിക്കുക, വീട്ടിൽ പൂക്കോ, നിന്റെ മകൾ സൗഖ്യം കിട്ടും, ഇത് ദൈവമാണ് പറയുന്നതെന്ന് പറഞ്ഞു. അത് ഞാൻ അന്ന് എൻ്റെ അവസ്ഥ ഇങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം, ഇവള് എപ്പോഴാ തിരിച്ച് എഴുന്നേറ്റ് വരും എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു പ്രാർത്ഥന പോലെ അത് അങ്ങനെ തന്നെ വിശ്വസിച്ചു. ഞാൻ അദ്ദേഹം പറഞ്ഞത് ദൈവം പറഞ്ഞതായിട്ട് വിശ്വസിച്ചു. അപ്പൊ അതുപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തപ്പോൾ അന്ന് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈശോയോട് ഒരു പറഞ്ഞ കാര്യം ഇതായിരുന്നു: ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു, ശ്രീ മുരുകൻ, ഗുരുവായൂരപ്പൻ, ഇങ്ങനെ ഇതാണ് ദൈവം എന്ന് പറഞ്ഞു. അതിനെ സ്വീകരിച്ചേ പറ്റൂ. ഒരുപക്ഷെ ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ എനിക്ക് ജന്മം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ അപ്പൻ എന്ത് പറയും? അല്ല ദൈവം എന്ന് പറയും, ഞാനത് സ്വീകരിച്ചേ പറ്റൂ. ഇനി ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ എൻ്റെ ജീവിതം പോയിരുന്നെങ്കിൽ അപ്പോൾ എൻ്റെ അപ്പൻ പറയും യേശു ക്രിസ്തു ദൈവം എന്ന് പറയും, അത് ഞാൻ സ്വീകരിക്കണം. ഒരു കൊച്ചു ഭൂമിയിൽ ജനിക്കുമ്പോൾ അതല്ല അവസ്ഥ, സത്യമല്ല. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് സംശയം തന്നെയാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പ് പറയും, എൻ്റെ മകൾക്ക് 4 കാര്യം നഷ്ടപ്പെട്ട് കിടക്കാണ്.
ഇത് ജീവനോട് തിരിച്ചു കിട്ടിയാൽ അങ്ങേ രക്ഷകനും നാഥനും എൻ്റെ ദൈവമായിട്ട് സ്വീകരിക്കും. മാത്രമല്ല എൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് സാക്ഷിയായി ഞാൻ ജീവിക്കും. അതങ്ങനെ ഒരു ഉടമ്പടിക്ക് അണ്ണനെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. ഇപ്പോഴും മറന്നിട്ടില്ല. കർത്താവുമായിട്ടൊരു ഉടമ്പടിയിലേക്ക് എത്തി, ഉടമ്പടിയിൽ എഗ്രിമെന്റിലേക്ക് എത്തി. അന്ന് അങ്ങോട്ട് പോയപ്പോ വീട്ടിലെ നൈറ്റ് ഇവളുടെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്ക അടിയിലൊരു വെള്ള തുണി ഇരിക്കും, മുകളിൽ എള്ളും തോളും മാത്രമേ ഉള്ളൂ. 3-3.5 വയസ്സിലായിട്ടുള്ളൂ. ജനിച്ച കൊച്ചി പോലെ കിടക്കണുള്ളൂ. മുകളിൽ ഒരു വെള്ള തുണി മൂടിയിടും, അടിയിലൊരു വെള്ള തുണി ഉണ്ടാവുള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ ഉള്ള കുട്ടി അന്ന് രാത്രി ഒരു 10-12 മണി ഉണ്ടാവും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അന്ന് പട്ടത്തച്ഛൻ ഒരു പ്രെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദിവ്യ വൈദ്യനും ഔഷധമായി ഈശോയെ അങ്ങയുടെ തിരക്കത്താൽ എന്നെ കഴുകി പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രെയർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഉറക്കമില്ലാണ്ടായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഞാൻ അവളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നെ കണ്ടതുപോലെ എനിക്കൊരു പ്രേരണ കിട്ടി. അപ്പോൾ ഞാൻ അവളുടെ കട്ടിൽ റൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊക്കെ അണങ്ങി. അപ്പോൾ സംശയം തീർക്കാൻ അരികിൽ പോയിട്ട് ഞാൻ തട്ടിയപ്പോൾ ചെറിയ ശബ്ദം കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്കെല്ലാം ശരിയായി തോന്നി. അതുപോലെ തന്നെ അന്ന് രാത്രി തന്നെ മാജിക് നടന്നപ്പോൾ നഷ്ടപ്പെട്ട നാളും തിരിച്ചു കിട്ടി. പിറ്റേ ദിവസം അച്ഛനാണ് വിളിച്ചു പറഞ്ഞു, അച്ഛൻ നിമിഷ മകൾക്കെല്ലാം സൗഖ്യം കിട്ടി. അച്ഛൻ പറഞ്ഞ കാര്യം, നീ ഏത് ഡോക്ടറെ ഏത് ഹോസ്പിറ്റലിൽ കണ്ടുവോ ആദ്യം ആ ഡോക്ടറെ കണ്ടതിന് ശേഷം ജെറുസലേം സെൻട്രലിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്ത ലൈറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടറെ കണ്ടു. കൃഷ്ണമൂർത്തി സാറായിരുന്നു. ഇത് കണ്ടു ഡോക്ടർ എന്ത് പറഞ്ഞു? അദ്ദേഹം എല്ലാ ചെക്കപ്പും നടത്തിയിട്ട് ഒരു കാര്യം പറഞ്ഞ്, ഇത് മെഡിക്കൽ ഒരിക്കലും സാധ്യമല്ല, മെഡിക്കൽ ഇവള് തിരിച്ച് തന്നിട്ടല്ല, ഇത് നീ വിശ്വസിച്ച ദൈവം തന്നെയാണ് അവൾക്ക് ജീവൻ കൊടുത്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ അദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് ജെറുസലേമിൽ പറഞ്ഞയച്ചു. അങ്ങനെ 1998 മാർച്ച് മാസം പോയിട്ടാണ് അവിടെ സാക്ഷി പറയുന്നത്. 6 മാസക്കാലം ഇവള് കിടന്ന കിടപ്പായിരുന്നു. അപ്പൊ അന്ന് മുതൽ 98 മുതൽ എല്ലാ ധ്യാനങ്ങളിലേക്ക് പോകും. ധ്യാനം എന്ന് പറയുന്നത് ഒരേ പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കും. നൈറ്റ് വിജിൽ പോകും. അന്ന് ഈ സൗഖ്യം കിട്ടിയതിന് ശേഷം ഇവള് സാധാരണ കുട്ടികള് ജീവിക്കുന്നത് പോലെ തന്നെ ജീവിച്ചു തുടങ്ങി. സൗഖ്യം കിട്ടി. സൗഖ്യം കിട്ടിയാലും അത് ബ്രെയിനിലേക്ക് ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സംസാരിക്കും എല്ലാം ശരിയായി നടക്കും, എല്ലാം ചെയ്യും. പിന്നീട് ഒരു 8 വയസ്സ് വരെ ഞാൻ അവൾക്ക് ചില പ്രെയർ ട്രീറ്റ്മെന്റ് രണ്ടും ഒപ്പമായിരുന്നു. ഡോക്ടർ പറഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്തു, അവർ കൊടുക്കുന്ന മെഡിസിൻ കൊടുത്തു. അതുപോലെ എല്ലാ ആഴ്ചകളിലും പ്രെയറിലേക്ക് ഉണ്ടായിരുന്നു. അന്ന് ഭർത്താവിലുള്ള നോർബർട്ട് സിസ്റ്റർ എല്ലാവർക്കും അറിയാം, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, ജീവനോടുണ്ടായിരുന്നു. അപ്പൊ സിസ്റ്ററെ കണ്ട് പ്രെയർ ചെയ്യും, ജെറുസലേമിലേക്ക് പോകും. അങ്ങനെ തന്നെയാണ്. പിന്നെ ചൊവ്വാഴ്ച ലത്തീൻ പള്ളി പോവും, വെള്ളിയാഴ്ച പുത്തൻപള്ളി പോവും. ഇങ്ങനെ പള്ളികൾ മാത്രമേ പിന്നെ എൻ്റെ ജീവിതമായി. അങ്ങനെ പ്രെയറായിരുന്നു, മുഴുവൻ പ്രെയറായിരുന്നു. അപ്പൊ അങ്ങനെ പ്രെയർ ചെയ്യണം, ബൈബിൾ വായിക്കലും ധ്യാനം കൂടുതൽ ഇങ്ങനെ വന്നിട്ട് പിന്നെ വചനം കയറി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ദൈവം ഈ രോഗം തന്നത് ദൈവത്തെ ശരിക്കും അറിയുവാൻ. രോഗം വന്നപ്പോൾ നമ്മൾ ദൈവത്തെ അറിഞ്ഞു. അങ്ങനെ വന്നു. പിന്നെ അതിനുശേഷം അച്ഛനോട് ഒരു കാര്യം പറഞ്ഞു, അച്ഛാ എനിക്ക് നന്ദിയുള്ളവനായി ജീവിക്കണം ഈശോയ്ക്ക്. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ ആ കാര്യം ചോദിച്ചപ്പോൾ എൻ്റെ വിചാരണ അച്ഛൻ ആദ്യം ആരംഭ ധ്യാനം കൂടണം, പിന്നെ ഇങ്ങനെ ഓരോ ധ്യാനങ്ങളുണ്ടല്ലോ സ്റ്റെപ്പ്, അത് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞ്, ഇങ്ങനെ ചെയ്താൽ മതി മോനെ എന്ന് പറഞ്ഞു. ആദ്യം നീ നിന്റെ ഭാര്യയോടും നിന്റെ മാതാപിതാക്കളോടും നിന്റെ മക്കളോടും നിന്റെ സുഹൃത്തുക്കളോടും നിന്റെ തൊട്ടുള്ള വീട്ടുകാരോടും, ചുരുക്കം പറഞ്ഞ നീ കാണുന്ന എല്ലാ വ്യക്തികളിലോടും നീ നിന്നെ കുറിച്ചിട്ട് നല്ല നല്ല ഓർമ്മകൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും വലിയ നന്ദി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാവാതെ പോലെ നിന്നു. മനസ്സിലായെന്ന് ചോദിച്ചു. എനിക്കൊന്നും കൂടി അച്ഛൻ പറഞ്ഞു തായോ എന്ന് പറഞ്ഞു. അതായത് ഇപ്പോ ഞാൻ നിന്നെ കണ്ടു, നിന്റെ ചെകിടത്തൊരു അടി കൊടുത്തു, മറക്കുമോ? മറക്കില്ല. അത് ഓർമ്മയില്ല, നിനക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. പെട്ടതച്ഛൻ എപ്പോൾ കണ്ടാലും നീ ഓർക്കും. പെട്ടതച്ഛൻ ഒരു അടി അടിച്ചെന്ന് ഓർക്കില്ലേ? അത് നല്ല ഓർമ്മയാണോ അടി കിട്ടണത്? ഇല്ല. അതുപോലെ വാക്കുകൾ, ചിന്തകൾ, പ്രവൃത്തികൾ കൊണ്ട് നന്മ മാത്രം ചെയ്യുക, അതാണ് നന്ദിയുള്ള ജീവിതം എന്ന് പറഞ്ഞു. അത് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ കുറേ എൻ്റെ അഹങ്കാരം, എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ തെറ്റായ ചിന്തകൾ, ബോധ്യങ്ങൾ, ചുരുക്കം പറഞ്ഞ കൊമ്പും പല്ലും വാളും എല്ലാം ഞാൻ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു സാധാരണ വ്യക്തിയായിട്ട് മാറുവാൻ സാധിച്ചു. വേറെ ആന്തരിക ധ്യാനം ഒന്നും കൂടിയിട്ടില്ല.
പിന്നെ ബൈബിൾ വായിക്കുന്നവർ വചനങ്ങൾ അനുസരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്തണമെന്ന് പറഞ്ഞു. ഒരു വചനം വായിക്കുമ്പോൾ അതുപോലെ നീ ജീവിക്കുന്നുണ്ടോ അത് നീ പരിശോധിക്കാം, അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. അപ്പോൾ 1998 മുതൽ അവിടെ പ്രേയർ തുടർന്ന് പോകുമായിരുന്നു. 2005 തമിഴ് ധ്യാനം സ്റ്റാർട്ട് ചെയ്തു അവിടെ. അപ്പോൾ അച്ഛൻ ആദ്യമായിട്ട് എന്നെ വിളിച്ചു, മകനെ നീ വരണം, തമിഴ് ധ്യാനം തുടങ്ങിയിട്ടുണ്ട്, നീ ആദ്യത്തെ സാക്ഷിയല്ലേ, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വിളി കേട്ടിട്ട് അവിടെ പോയി. അതായത് പിന്നെ ഒല്ലൂർ ധ്യാന കേന്ദ്രത്തിന്റെ തമിഴ് സെക്ഷനില്. അപ്പൊ അവിടെ പോയപ്പോഴാണ് പിന്നെ വചനത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ജീവിതമുള്ളത്. ധ്യാനം എന്ന് പറയുമ്പോൾ എല്ലാവരും പട്ടദശനായി അവരും അവിടെയുള്ള വൈദികർ മലയാളം പറയുന്ന പ്രസംഗങ്ങൾ മുഴുവനും തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തർ പ്രസംഗിക്കുന്ന മുഴുവനും എനിക്കും കൂടിയാണ്. എനിക്കാണ് വചന ശ്രദ്ധയോടെ കേട്ടു, അതെൻ്റെ ജീവിതത്തിലേക്ക് ഭയങ്കരമായി ടച്ച് ചെയ്തു. ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, യേശയ്യ 55:10 വചനം, மழையும் பனியும் வானத்திலிருந்து இறங்கி வருகின்றன, அவை நிலத்தை நனைத்து முளை அரும்பி வளரச் செய்து விதைப்பவனுக்கு விதையையும் உண்பவனுக்கு உணவையும் கொடுக்காமல் அங்கு திரும்பி செல்வதில்லை. அதுபோலவே என்னிடமிருந்து புறப்பட்டு செல்லும் வாக்கும் இருக்கும். அது என்னுடைய செயல்களை செயல்படுத்தி எதற்காக நான் அதை அனுப்பினேனோ அதை வெற்றிகரமாக நிறைவேற்றாமல் വെറുമയാ എന്നിടെ തിരുമ്പി വരുവതില്ലേ. ആ വചനം ഉള്ളിൽ കയറുമ്പോൾ ദൈവം എന്തിനു വേണ്ടി എന്നിലേക്ക് ആ വചനം കൊടുത്തുവോ അതവിടെ ശരിയാക്കിട്ട് തന്നെ തിരിച്ചു വരുള്ളൂ. അങ്ങനെ എൻ്റെ ഓരോ വചനങ്ങളും. ഈ രണ്ടാം വരവില് ഈ പലിശക്ക് കൊടുക്കുന്ന പരിപാടി നിർത്തിയായിരുന്നു. ഈ ജെറുസലേം പോയതോടുകൂടി, മകൾക്ക് സൗഖ്യം കിട്ടിയതോടുകൂടി കംപ്ലീറ്റ് നിർത്തി. പിന്നെ ഞങ്ങളുടെ ജീവിതം വെള്ളാപ്പം ഉണ്ടാക്കി ജീവിക്കലായിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെ മുന്നോട്ട് കാര്യങ്ങളൊക്കെ പോയി? വേറെ ജോലി ഒന്നുമില്ല. അപ്പൊ ദൈവത്തിന് വേണ്ടി ഞങ്ങളത് മാറ്റിയതാ, മണപ്പൂർവ്വം മാറ്റി. ഞാൻ ചെയ്തു പോയ തെറ്റായി സങ്കീർത്തനം 15 പലിശ കൊടുക്കരുത്, അത് ബഹുമാനപ്പെട്ട പെട്ടെന്ന് പറയും ചെയ്തു, പട്ടിക്ക് പണം കൊടുക്കേണ്ട മോണെന്ന് പറഞ്ഞു. എന്തെങ്കിലും ജോലി കിട്ടും, ഡ്രൈവിംഗ് പഠിച്ചു, എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് വെള്ളാപ്പം ഉണ്ടാക്കാൻ അറിയും. അപ്പൊ വെള്ളാപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. അതിൽ അത്യാവശ്യം വരുമാനം ഞങ്ങൾക്ക് കിട്ടി. അത് കടകളിലൊക്കെ കൊടുക്കും. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറഞ്ഞപ്പോൾ ഓർമ്മ പറഞ്ഞത്, ഞാൻ ആദ്യം പലിശയ്ക്ക് പണം കൊടുക്കുമ്പോൾ എനിക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയിൽ ഞാൻ പോയിട്ട് വീട് മുമ്പിൽ നിൽക്കും, ബെല്ലടിക്കും, ആൾക്കാർ പൈസയും കൊണ്ട് എൻ്റെ കയ്യിൽ തരും. ഇപ്പോൾ അന്ന് ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടിട്ടാ പോവുക. ഇപ്പോൾ ഞാൻ വെള്ളാപ്പം ഉണ്ടാക്കി എൻ്റെ വണ്ടിയിൽ കൊട്ടയിൽ വെള്ളാപ്പം വെച്ച് സാധാരണ കല്ലുമുണ്ടെടുത്ത് ഏത് വീട്ടിൽ പലിശയ്ക്ക് കൊടുത്തുവോ അതേ വീട്ടിൽ പോയിട്ട് വെള്ളാപ്പം കൊടുത്തിട്ട് കാശ് മേടിച്ചു. അപ്പോൾ ദൈവം എന്നെ അത്രത്തോളം എളിമപ്പെടുത്തി. അത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവമേ, എൻ്റെ അഹങ്കാരം ഞാൻ ചെയ്തു പോയതിനൊരു പരിഹാരമായി ഞാൻ ഇത് സ്വീകരിക്കുന്നു. സങ്കടമില്ല. അതിനാണ് അപ്പൊ ചിന്തിക്കും, ഞാൻ ഇവിടെ രാജാവായിരുന്നു, ഇന്ന് എളിമപ്പെട്ട മകനായി. ഈ വെള്ളയപ്പത്തിന്റെ ബിസിനസ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ? ഇല്ല, അത് ഒരു 10-12 കൊല്ലം ചെയ്തു. പിന്നെ അവിടെ തമിഴ് ശുശ്രൂഷകൾ അധികമായി. തമിഴ്നാട്ടിൽ കൺവെൻഷൻ പോകൽ 3 ഇയർ ശുശ്രൂഷ കൂടി വന്നപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് സഹായിക്കാൻ പറ്റാതായി. അവൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റത്തില്ല, ജോലിക്കാരെ വെച്ചാൽ മുമ്പോട്ട് പോവില്ല. അതോടെ അവൾക്കും ശാരീരികമായിട്ട് ഇത്തിരി വേദനകളൊക്കെ ഉണ്ടായി, ഷോൾഡർ പെയിൻ ഒക്കെ വന്നു. അപ്പൊ പിന്നെ ബിസിനസ് അതോടെ നിർത്തി. പിന്നുള്ള ജീവിതം മുഴുവൻ സമയം ശുശ്രൂഷയിലേക്ക് മാറി. ഇപ്പൊ ശരിക്കും എന്തൊക്കെ ശുശ്രൂഷകളാണ് അവിടെ ചെയ്യുന്നത്? ഇപ്പൊ അവിടെ തമിഴ് ധ്യാനത്തിന്റെ എല്ലാ ഇൻചാർജും ഉണ്ട്. വരുന്ന വ്യക്തികളെ നമ്മൾ വെൽക്കം ചെയ്യുക, അവർക്ക് റൂം കൊടുക്കുക, രജിസ്ട്രേഷൻ ചെയ്യുക, അവരെ വേദനിപ്പിക്കാതെ പറഞ്ഞയക്കേണ്ട ജോലി തന്നെ എൻ്റെ കയ്യിലാണ്. ഒപ്പം തന്നെ അതിന്റെ ശുശ്രൂഷ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന. അതിനുശേഷം നമുക്ക് അച്ഛന്മാർ മലയാളത്തിൽ ആര് പ്രസംഗിച്ചാലും തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. പിന്നെ അവിടെ ഉള്ള എല്ലാ പ്രേയറും തമിഴിലേക്ക് അടിക്കുക. പിന്നെ അവിടെ മാക്സിമം ആ ശുശ്രൂഷയിൽ എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ട്, എന്ത് കുറവുണ്ട്, അത് മുഴുവനും ശരിയാക്കാനുള്ള ഒരു ശുശ്രൂഷിക്കാനാണ് അവിടെ നിൽക്കുന്നത്. ഇതിനിടയിൽ മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. മൂത്തവളുടെ വിവാഹം കഴിഞ്ഞു. അവള് നേഴ്സാണ്, വിവാഹം കഴിഞ്ഞു. അവളവിടെ വേറെ പോയി. അപ്പൊ താളുള്ള മകളും നാനും ഭാര്യയും. രണ്ടാമത്തെ മകളുടെ വിവാഹം? രണ്ടാമത്തെ മകൾക്ക് വിവാഹം ചെയ്യാൻ പറ്റില്ല, അത് അവൾക്കും താല്പര്യമില്ല. അത് മെഡിക്കൽ ആയിട്ടാണുള്ളത്. അതുകൊണ്ട് ട്യൂബൊക്കെ. അവള് ഫുൾ ടൈം ജപമാലയും എന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് വരും. അവള് ജെറുസലേമിൽ തന്നെ അവളും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരും. എന്റെ മാക്സിമം എന്റെ കൂടെ തന്നെ ആയിരിക്കും അവള്. എവിടെ പോയാലും മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലും. അങ്ങനെ നല്ല ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മകളായിട്ട് ദൈവം മാറ്റി തന്നു.
അങ്ങനെ ഇപ്പോൾ കുടുംബജീവിതവും ശുശ്രൂഷയും എല്ലാം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. സന്തോഷകരമായി പോകണം. വരുമാനമൊക്കെ വളരെ കുറവാണെങ്കിലും ഉള്ളതിൽ സംതൃപ്തരായി മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ കാര്യം ഭംഗിയായിട്ട് നടത്തി കൊടുക്കേണ്ട. വരുമാനം വളരെ കുറവെന്ന് പറയുന്നു, കൂടുതൽ എന്ന് പറയില്ല. ഇന്നുവരെ നിങ്ങൾക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഒന്നിനും കുറവില്ലാതെ ദൈവം നടത്തുന്നു. ദൈവം നയിക്കുന്നു. പിന്നെ ലോക ജീവിതമല്ലല്ലോ ഇപ്പൊ ബോധ്യം വന്ന്. അന്ന് ഒരു സാക്ഷ്യം കണ്ടപ്പോ വന്ന വ്യക്തിയല്ല ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനി ലോക ജീവിതമല്ല, നമുക്കിനി നിത്യജീവിതം ഉണ്ടല്ലോ. ഈ ജീവിതം എപ്പോഴും നശിച്ചു പോകണതല്ല. ഇത് അലിയാതെ ജീവിതം, അനസ്വരമായ ജീവിതം ഉണ്ടല്ലോ. ആ ചിന്തയാണ് ഇപ്പൊ ഞങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ട് സങ്കടമില്ല, ഹാപ്പിയാണ് എല്ലാവരും. ഇതിനിടയിൽ ചോദിക്കട്ടെ, നമ്മുടെ തമിഴ്നാട്ടിലുള്ള ബ്രദറിന്റെ കുടുംബാംഗങ്ങള് അവരൊക്കെ ആയിട്ടുള്ള ഇപ്പോഴത്തെ ബന്ധം എങ്ങനെയാ? ഇപ്പോ എന്നെ അവരെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ അവിടെ അവർക്ക് ചില എന്നെ കൊണ്ട് ചെയ്യുന്ന ചെറിയ സഹായങ്ങൾ പോലെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക്. അത് അപ്പൊ അവർക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവരിങ്ങനെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വീകരിക്കില്ല. അപ്പോൾ അവരോട് പതുക്കെ പറഞ്ഞു കൊടുക്കും. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നന്മ ചെയ്താൽ നിന്റെ ഹൃദയത്തിൽ ദൈവമുണ്ട് എന്ന അർത്ഥം. നന്മ ചെയ്യുമ്പോഴാണ് ദൈവം ഹൃദയത്തിൽ ഉണ്ടാവുക. അല്ലാണ്ട് വെറുതെ നിങ്ങൾ വിഗ്രഹങ്ങളും കല്ലും പൂജിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഈ വേദനപ്പെടുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ ആരെങ്കിലും സഹായിക്കാനുണ്ടോ? നന്മ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ? അവരുടെ ഉള്ളിലെ ദൈവം ഉണ്ടാവുക. അപ്പൊ ഇപ്പൊ എല്ലാവരുമായിട്ട് ഒരു നല്ല സ്നേഹബന്ധത്തിലാണ്. സ്നേഹബന്ധമാണ്. അവരിപ്പോ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അവർ ഇഷ്ടം തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ നല്ല സ്നേഹബന്ധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇനി മുൻപോട്ടുള്ള ജീവിതത്തിലും അങ്ങനെ തന്നെ കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നല്ല ഉത്തമമായ ഒരു കുടുംബജീവിതവും ഒപ്പം അവസാന നിമിഷം വരെയും കർത്താവിന് വേണ്ടി ഓടാനുള്ള എല്ലാ കൃപയും ആയുസ്സും ആരോഗ്യവും എല്ലാം ദൈവം ബ്രദറിനും കുടുംബത്തിനും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സന്ദേശമാണ് ജോയ് ബ്രദറിലൂടെ നമുക്ക് ലഭിച്ചത്. കണ്ണൻ ജോയ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് കർത്താവിനെ അറിഞ്ഞു. പക്ഷെ വീണ്ടും ഒരിടയ്ക്ക് ഒരു കാലത്ത് പണമൊക്കെ ആവശ്യത്തിലധികം കയ്യിൽ വന്നപ്പോൾ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് വെറും പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. എന്നാൽ മകൾക്ക് വന്ന ഒരു രോഗവും അതിനെ തുടർന്നുണ്ടായ അത്ഭുതകരമായ സൗഖ്യവും വീണ്ടും അദ്ദേഹത്തെ കർത്താവിലേക്ക് തിരിച്ചു വരുവാനും പിന്നീടുള്ള ജീവിതം മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഇപ്പോൾ കർത്താവിൻ്റെ വചന ശുശ്രൂഷയിലും ഒപ്പം മറ്റെല്ലാ പ്രേക്ഷിത വേലയിലും ഒരുപോലെ മുന്നോട്ട് പോകുവാൻ കർത്താവ് അദ്ദേഹത്തെ സഹായിക്കുകയും നിരന്തരം നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമുക്കൊക്കെ ഒരു പ്രചോദനമാകട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതം. ദൈവം ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾ, ആ നന്മകളെല്ലാം കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി എല്ലാ കാലവും ജീവിക്കുവാൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു തീപിടിച്ച വ്യക്തിയുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരും കർത്താവിൻ്റെ കൃപയിൽ സൂക്ഷിക്കപ്പെടട്ടെ.